ദേവിക, ഇന്നലത്തെ മിന്നും ജയം ബി.ജെ.പിക്ക് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഡൽഹിയിലും ഇനി ഡബിൾ എഞ്ചിൻ സർക്കാർ. 27 വർഷത്തിന് ശേഷമാണ് 48 സീറ്റിലെ മിന്നും വിജയവുമായി രാജ്യ തലസ്ഥാനത്ത് ബി.ജെ.പി ഭരണത്തിലെത്തുന്നത്. കെജ്രിവാളിന്റെ കുറ്റിച്ചൂൽ രാഷ്ട്രീയത്തിനെതിരെ 11 വർഷം ബി.ജെ.പി നടത്തിയ പോരാട്ടത്തിന്റെ ഫലമാണ് ഈ വിജയം. വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുന്നു. ഗൗതം, എന്തായാലും മിന്നുന്ന വിജയം, തിളക്കമാർന്ന വിജയം, ബി.ജെ.പി അതെങ്ങനെ കൈവരിച്ചു എന്നുള്ളതും കാണാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ വിലയിരുത്തിക്കൊണ്ട്, വികസന പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട്, ഏറ്റവും ഉപരി അഴിമതി രഹിത ഭരണം കാഴ്ചവെക്കുമെന്നുള്ള ഉറപ്പ് നൽകിക്കൊണ്ട് തന്നെയാണത് ബി.ജെ.പി ഡൽഹിയിൽ കൈവരിച്ചത്. ഇനി തുടർന്നുള്ള ചർച്ചകളാണ് മുഖ്യമന്ത്രി ആരാകും എന്നുള്ള കാര്യത്തിൽ. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി. രോഹിണി, ദേവിക, ഇന്നലത്തെ ദിവസം ബി.ജെ.പി പ്രവർത്തകർ, അത് ഡൽഹിയിലെ മാത്രം ബി.ജെ.പി പ്രവർത്തകരല്ല, മറിച്ച് ഭാരതത്തിലെമ്പാടുമുള്ള ബി.ജെ.പിയുടെ പ്രവർത്തകർക്ക് വലിയ ആഘോഷം ഉള്ള ഒരു ദിവസമായിരുന്നു. ഏതാണ്ടൊരു ഇന്നലെ 10 മണിയോടുകൂടി തന്നെ രാജ്യ തലസ്ഥാനത്തിൻ്റെ ഒരു പോക്ക് എങ്ങോട്ടാണ്, ഭരണമാറ്റം ഉണ്ടാകും, 27 വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം ബി.ജെ.പിയുടെ ഭരണം വരുമെന്ന് ഉറപ്പായി. അതോടുകൂടി ഡൽഹിയിൽ ഒപ്പം രാജ്യത്തിൻ്റെ പല ഭാഗത്ത്, നമ്മൾ കേരളത്തിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ഉൾപ്പെടെ കാണാൻ കഴിഞ്ഞിരുന്നു. അപ്പോൾ എല്ലായിടത്തും ഇന്നലെ വലിയ ആഘോഷങ്ങൾ നടന്നിരുന്നു. വൈകുന്നേരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബി.ജെ.പിയുടെ കേന്ദ്ര കാര്യാലയമായ ദീൻദയാൽ മാർഗിലെ ആസ്ഥാനത്തെത്തി. അദ്ദേഹം പ്രവർത്തകരെ അഭിസംബോധന ചെയ്തു. ആഭ്യന്തരമന്ത്രി അമിത്ഷായും ആരോഗ്യമന്ത്രിയും ബി.ജെ.പിയുടെ ദേശീയ അധ്യക്ഷനുമായ ജെ.പി. നഡ്ഡ ഉൾപ്പെടെയുള്ള നേതാക്കളെല്ലാം ഉണ്ടായിരുന്നു. ഡൽഹിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രവർത്തകർ രാവിലെ പന്ത് മാർഗിലെ ബി.ജെ.പി ആസ്ഥാനത്താണ് ആഘോഷങ്ങൾ നടന്നതെങ്കിൽ വൈകുന്നേരം പ്രധാനമന്ത്രി എത്തുന്ന പശ്ചാത്തലത്തിൽ ദീൻദയാൽ മാർഗിലേക്ക്, ITOയിലെ പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഓഫീസിലേക്ക് എത്തി. അവിടെയാണ് വൈകുന്നേരം ആഘോഷങ്ങൾ നടന്നിരുന്നത്. എന്തായാലും ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം വർഷങ്ങൾ നീണ്ട പ്രവർത്തനങ്ങളാണ്. അതായത് രാഷ്ട്രീയത്തിൽ കാത്തിരിപ്പിനും ക്ഷമയ്ക്കും എത്രത്തോളം വിലയുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഫലം എന്താണ് എന്നത് കൃത്യമായി ഒരിക്കൽ കൂടി ബി.ജെ.പി ഇന്ത്യയിലെ രാഷ്ട്രീയ വിദ്യാർത്ഥികൾ അതോടൊപ്പം തന്നെ ഭാവി തലമുറയ്ക്ക് മുമ്പിൽ കാണിച്ചു നൽകുകയാണ്. രാഷ്ട്രീയം എങ്ങനെയാണ് നടത്തേണ്ടത്, അല്ലെങ്കിൽ ക്ഷമ എത്രത്തോളം പ്രവർത്തിക്കണം. അതായത് ഏതെങ്കിലുമൊക്കെ തെരഞ്ഞെടുപ്പുകളിൽ പരാജയപ്പെട്ടതുകൊണ്ട് മാത്രം പരിപാടി അവസാനിപ്പിക്കാതെ വീണ്ടും വീണ്ടും കെജ്രിവാളിനെതിരെയാണെങ്കിലും മുൻപത്തെ കോൺഗ്രസ് സർക്കാരിനെതിരെയാണെങ്കിലും 27 വർഷം ബി.ജെ.പി പ്രവർത്തിച്ചുകൊണ്ടേയിരുന്നു. ആ പ്രവർത്തനങ്ങളുടെ എല്ലാം ഫലമായിട്ടാണ് ഇന്നലെ നമ്മൾ കണ്ട അത്രത്തോളം തിളക്കമാർന്ന ചരിത്രത്തിൻ്റെ ഭാഗമാകുന്ന ഒരു വിജയം ജനങ്ങൾ ബി.ജെ.പിക്ക് ഡൽഹിയിൽ നൽകിയത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും വിജയത്തിനൊക്കെ ശേഷം ഇനിയും വളരെ സീരിയസ് ആയ ചർച്ചകളിലേക്ക് കൂടി പാർട്ടി കടക്കുന്നുണ്ട്. ഇനിയും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ഭരണഘടനാ പദവികളിലേക്ക് ആളുകളെ തെരഞ്ഞെടുക്കേണ്ടതുണ്ട്. നേരത്തെ തന്നെ ബി.ജെ.പിയുടെ ദേശീയ നേതൃത്വത്തിന് ഈ വിജയത്തിൽ കൃത്യമായൊരു ഉറപ്പുണ്ടായിരുന്നു. അതിനാൽ മുഖ്യമന്ത്രി ആരാകും എന്നതൊക്കെ സംബന്ധിച്ചൊരു ധാരണ പ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കുമൊക്കെ ഇടയിൽ ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും അത് ചുരുങ്ങിയ ദിവസത്തിനകം തന്നെ ഇത് സംബന്ധിച്ചൊരു അന്തിമമായ തീരുമാനമെടുത്ത് അത് മാധ്യമങ്ങളെ അറിയിക്കും. ബി.ജെ.പിയുടെ നിയമസഭാ കക്ഷിയോഗം ഇനിയും ചേരേണ്ടതുണ്ട്. അത് അടുത്ത ദിവസങ്ങളിൽ തന്നെ ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. MLA മാർ യോഗം ചേർന്നാണ് കക്ഷി നേതാവിനെ ഇനിയും തെരഞ്ഞെടുക്കേണ്ടത്. അത് സംബന്ധിച്ചൊക്കെയുള്ള ചർച്ചകൾ ബി.ജെ.പി ദേശീയ നേതൃത്വമാണ് പൂർണ്ണമായി നടത്തുന്നത്. ഇന്നലെ വിജയം ഉറപ്പിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ വീരേന്ദ്ര സച്ദേവ, അദ്ദേഹമാണ് നിലവിൽ ബി.ജെ.പിയുടെ ഡൽഹി ഘടകത്തിൻ്റെ അധ്യക്ഷൻ, വീരേന്ദ്ര സച്ദേവ തന്നെ പറഞ്ഞത് ദേശീയ നേതൃത്വം അതിലൊരു തീരുമാനമെടുക്കും ആരാകണം മുഖ്യമന്ത്രി എന്നത്. കാരണം ഈ വിജയിച്ചു വന്നവരിൽ മുഖ്യമന്ത്രി പദത്തിൽ ഇരിക്കാനൊക്കെ യോഗ്യതയുള്ള ഒരുപാട് നേതാക്കളുണ്ട്. അതിനാൽ അതിലാരെ ഡൽഹിയുടെ സാഹചര്യത്തിനനുസരിച്ച് ഇരുത്തണമെന്നത് ദേശീയ നേതൃത്വത്തിന് വിട്ടിരിക്കുകയാണ്. അവർ പറയുന്നതിനനുസരിച്ചാകും അതിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാകുക എന്ന് സച്ദേവ വ്യക്തമാക്കിയിരുന്നു. എന്തായാലും ആഘോഷങ്ങൾ ഒരു ഭാഗത്ത് ഇപ്പോഴും നടക്കുന്നുണ്ട്. ഒപ്പം മുഖ്യമന്ത്രി പദം, ഒപ്പം നിയമസഭാ കക്ഷിയോഗം, ഇത്തരം കാര്യങ്ങൾ സംബന്ധിച്ചുള്ള ചർച്ചകൾ കൂടി തുടരുകയാണ്. രോഹിണി.